എന്താ അക്ഷയ? What is a transform? One function is transferred to another function, that is changed to another form. Okay. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് നമ്മൾ ഫംഗ്ഷൻ ട്രാൻസ്ഫോം ചെയ്യുക. So that is transforms, and here you will study what? Fourier transform. Using Fourier transform, how can you transfer a function to another function? Laplace transform il nammal endha cheyide? We have an equation for transferring a function to another function using Laplace transform. Right? F of t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും. Then you can transfer that function to f of s. അല്ലെ, ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്യും ബൈ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. So here also you convert or you transform a function f of x to another function using this Fourier. Okay, using Fourier transform, and here the function is converting to another function in terms of w or omega. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് എസ്സിലോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ, എഫ് ഓഫ് എക്സ്, എക്സിലുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് വി ആർ കൺവേർട്ടിങ് ദറ്റ് ഫംഗ്ഷൻ ഇൻ ഒമേഗയിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക, ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫോറിയറും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ പകുതി മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ ഫോറിയറിൽ. ഓക്കെ, can you see the screen? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ആയോ? Okay. So listen, Fourier transform. Fourier transform. Okay. So here first നമ്മൾ ഡയറക്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് ഓക്കെ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ടേക്ക് പോവാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം മീൻസ് നമ്മൾ എന്തായിരുന്നു ചെയ്തത്, വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് വി ആർ ട്രാൻസ്ഫറിങ് ദിസ് എഫ് ഓഫ് ടി ഇൻ ടേംസ് ഓഫ് എസ് അല്ലേ. എഫ് ഓഫ് ടീനെ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ആൻഡ് ഹിയർ ഇൻ ഫോറിയർ ട്രാൻസ്ഫോം the function is in terms of x. You are converting f of x to another function, and that function is f of omega. നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ദിസ് ഇസ് എഫ്, ഒരു ഇങ്ങനെ എന്തൊരു ഇറ്റാലിക്സ് എന്നൊക്കെ പറയില്ല, നമ്മളൊരു ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് എഴുതാം എഫിന്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ നമ്മളതിന് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഓർ സിംപ്ലി എഫ് ഓഫ് ഒമേഗ എന്ന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യും. സോ ദിസ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം. സോ എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്, വി ആർ കൺവേർട്ടിംഗ് ദറ്റ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ, ആൻഡ് ഇറ്റ് ഹാസ് എ ഫോർമുല ഫോർ കൺവേർട്ടിംഗ് ദ ഫംഗ്ഷൻ ടു ദിസ് എഫ് ഓഫ് ഒമേഗ, ആൻഡ് യു വാണ്ട് ടു സ്റ്റഡി, യു ഹാവ് ടു സ്റ്റഡി ദറ്റ് ഫോർമുല. ഓക്കെ, then you can do any problem. സോ ഫോറിയർ ട്രാൻസ്ഫോം ഇത്ര മനസ്സിലാക്കുക, നമ്മളിങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് ഒമേഗയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് യു ഹാവ് ടു സ്റ്റഡി ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ
സൈൻ ട്രാൻസ്ഫോം. അതാണ് ആദ്യം നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഈ രണ്ട് ട്രാൻസ്ഫോം പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ അതിൻ്റെ ജനറൽ ഫോം പഠിക്കാൻ പോകുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാൻ പോകുന്നത്. സൈനോ കോസോ ഒന്നും ഇല്ലാണ്ട് ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം? ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്ഫോം. നമ്മളൊരു ഫംഗ്ഷനും കൊസൈൻ്റെ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കോസിൻ്റെ ടേംസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോസിൻ്റെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇസ് ഡിനോട്ടഡ് ബൈ നമുക്ക് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ അല്ലെ, ട്രാൻസ്ഫോം ആണ്. അപ്പം അത് ഒമേഗയിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് കൊസൈൻ ആയതുകൊണ്ട് നമ്മളിവിടെ സി എന്ന് കൊടുക്കും. സോ Fourier cosine transform is denoted by fc of omega cap, okay, or f cap of omega, okay, and it is defined by the formula is root 2 by pi into integral 0 to infinity f of x into cos omega x dx. Okay, so this is Fourier cosine transform. Okay, എങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക? വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. യു മൾട്ടിപ്ലൈ ദറ്റ് എഫ് ഓഫ് എക്സ് by this cos omega x and integrate from 0 to infinity and multiply the term by root 2 by pi. So ഈ ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് യു ക്യാൻ കൺവേർട്ട് to another function using Fourier cosine and it is called Fourier cosine transform. Okay. സോ ഇത് നമ്മുടെ ഇൻ്റഗ്രൽ പഠിച്ച്, അതായത് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു. സോ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോറിയർ ട്രാൻസ്ഫോം കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാണ് ഇത്രയും ക്ലാസ്സിൽ പഠിച്ചത്. ഇത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇപ്പം രണ്ടും കൂടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഓക്കെ, മറ്റേത് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനും ദിസ് ഇസ് ഫോറിയർ ട്രാൻസ്ഫോമും ആണ്. Okay, so Fourier cosine transform in the formula is this, and similarly the Fourier and ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ പഠിച്ച? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫോം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഈസ് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ. എക്സ് എന്ന് പറയുന്ന ആൾ ഒമേഗയിലോട്ടേക്ക് മാറ്റും. കൊസൈൻ ആണെങ്കിൽ കൊസൈൻ്റെ ടേം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇത് തരികയാണ്, അതായത് ഈ ട്രാൻസ്ഫോം നിങ്ങൾക്ക് തരികയാണ്. എഫ് സി ഓഫ് ഒമേഗ, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നിങ്ങൾക്ക് തരുവാണ്. യു ഹാവ് ടു ഫൈൻഡ് ദി കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ട്രാൻസ്ഫോം തന്നിട്ട് അതിൻ്റെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതിനെന്താ നമ്മൾ പറയാം? ട്രാൻസ്ഫോം കണ്ടിട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതിന് എന്താ നമ്മൾ പറയാം? ഇൻവേഴ്സ്. വെരി ഗുഡ് അല്ലേ? ട്രാൻസ്ഫോം നമുക്ക് തരും, അത് ഏതിൻ്റെ ട്രാൻസ്ഫോം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുക, ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയാം. ആൻഡ് ഹിയർ എന്ത് ട്രാൻസ്ഫോം ആയിരിക്കും? ദിസ് ഈസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ ലാപ്ലേസിൻ്റെ കേസിൽ കുറേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാപ്ലേസിൻ്റെ കേസിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നോക്കിയിട്ട് ഏത് മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചത് അല്ലേ? ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ വി ക്യാൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ആൻഡ് ബൈ യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വി ക്യാൻ ഫൈൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വി ക്യാൻ ഫൈൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം, കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ടും വി ക്യാൻ ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. പക്ഷെ ഇവിടെ അത്ര കാര്യമൊന്നുമില്ല. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇപ്പം ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ യു ഹാവ് എ ഫോർമുല ആൻഡ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ, ആൻഡ് ദറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 by pi integral 0 to infinity
fc of omega into cos omega x d omega. Okay, so this is f of x, or this is inverse of Fourier cosine transform. Okay, ഒന്നുമില്ല, രണ്ടും സെയിം ഫോർമുല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് വരും. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ട്രാൻസ്ഫോം എഫ് സി ഓഫ് ഒമേഗ. ഇത്രയാണ് Fourier cosine transform ആൻഡ് ദി ഇൻവേഴ്സ് Fourier cosine transform. ഓക്കെ, ഇനി ഇതേപോലെ വി ഹാവ് വാട്ട് Fourier സൈൻ ട്രാൻസ്ഫോം ഉണ്ട് ആൻഡ് ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം ഉണ്ട്. ഈ ഫോർമുല നന്നായിട്ടൊന്ന് നോക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾ സൈനിൻ്റെ ഫോർമുല എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ, സോ Fourier സൈൻ ട്രാൻസ്ഫോം. സോ അതിനെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഈസ് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ. ട്രാൻസ്ഫോം ഇൻ ടേംസ് ഓഫ് ഒമേഗയാണ് ആൻഡ് ദിസ് ഈസ് സൈൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കും? എസ് എന്ന് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി നൊട്ടേഷൻ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് 2 by pi integral 0 to infinity f of x into, this is sine transform, so you have to multiply this by sine omega x dx. Okay, and അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോം and that is f of x, which is equal to root 2 by pi integral 0 to infinity fs of omega into സൈൻ ഒമേഗ എക്സ്. ഇവിടെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതൊരു വ്യത്യാസമുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് Fourier cosine transform and Fourier sine transform. മനസ്സിലായോ? ട്രാൻസ്ഫോം, Fourier sine transform, Fourier cosine transform ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. എഴുതിയെടുത്തോ. Find the Fourier cosine transform of the function. Find the Fourier cosine transform of the function f of x is equal to 1 if 0 less than x less than 1 and minus 1 if 1 less than x less than 2 and 0 if x greater than 2. Okay, so this is your function and you have to find Fourier cosine transform. Direct question, Fourier cosine transform കണ്ടുപിടിക്കണം. f of x is given to you and f of x എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ വാല്യൂ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, so first you have to write the formula, what Fourier cosine transform. So it is denoted by what? F cap of c, and this is equal to integral 0 root 2 by pi integral 0 to infinity f of x into cos omega x dx. Okay, idelle formula, and this is equal to root 2 by pi into integral. ഓക്കെ, ഇവിടെ 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ ഓരോ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദി Fourier cosine transform. So here first limit is from where to where? 0 to 1. So it is from 0 to 1. This is common, root 2 by pi. So 0 to 1 f of x cos omega x dx plus
1 to 2 f of x cos omega x plus integral x is greater than 2, that is from 2 to infinity f of x cos omega x dx. Okay, and this is equal to what? This is equal to root 2 by pi integral 0 to 1 f of x in the 0 to 1 where it is 1 cos omega x dx plus 1 to 2. 1 to 2 the function value is minus 1, so minus 1 cos omega x dx plus integral 2 to infinity, right? But 2 to infinity the function value is 0, from 0 dx എന്ന് വരും. ഒക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ, അല്ലാത്തവരിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ root 2 by pi into ആദ്യത്തെ integral എന്താ? It is 0 to 1 cos omega x dx, right? The cos omega x integral is what? Sin omega x, and here we are integrating with respect to x, so the coefficient of x is omega അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. And give upper limit and lower limit. ഇത് മറന്നു പോകരുത്, ഇതിൻ്റെ ലിമിറ്റ് 0 to 1 ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ ഇതാണ് നോക്ക്, ഇൻറ്റഗ്രൽ 0 to 1 cos omega x മൈനസ് ഇൻറ്റഗ്രൽ 1 to 2, ഓക്കെ, 1 to 2 cos omega x dx. സോ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് cos omega എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇസ് sin omega x divided by omega, and give the upper limit and lower limit, minus here cos omega x, again the integral of cos omega x is sin omega x divided by omega, give the limit from 1 to 2. Okay, then root 2 by pi into അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഇസ് 1. ആർക്കാണ് നമ്മൾ 1 കൊടുക്കേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്, സോ എക്സിനാണ് നമ്മൾ ലിമിറ്റ്സ് കൊടുക്കേണ്ടത്. സോ ഹിയർ സൈൻ ഒമേഗ ഇൻറ്റു 1 കൊടുക്കാം, ദാറ്റ് ഈസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് 0 മൈനസ് അഗെയിൻ സൈൻ എക്സിന് 2 കൊടുക്കുമ്പോൾ സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ. ഓക്കെ, ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു. ദെൻ യു വിൽ ഗെറ്റ് വാട്ട്? റൂട്ട് 2 ബൈ പൈ ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ മൈനസ് സൈൻ 2 ഒമേഗ ബൈ ഒമേഗ മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ. ഓക്കെ, ഇപ്പം എല്ലാ സ്ഥലത്തും ഒമേഗ കോമൺ ആണ്, ആൻഡ് സൈൻ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ഇസ് 2 സൈൻ ഒമേഗ minus sin 2 omega divided by omega. So the answer is root 2 by pi into 2 sin omega minus sin 2 omega divided by omega. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? Got it now? Did you get the answer? Very good. എളുപ്പല്ലേ ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുത്തേ. റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്. ഒന്ന് കണ്ടുപിടിച്ചേ. ഇത് നോക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ ഇത് തന്നെയാണോ കിട്ടിയെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈനും വന്നാൽ നമുക്കതിൻ്റെ ഷോർട്ട് കട്ട് ഫോർമുല അറിയാം. അപ്പോൾ അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്താൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. പിന്നെ ഇവിടെ വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇതിനെ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഒരു ഇൻറ്റഗ്രൽ ഉണ്ടല്ലോ, ഇത് 0 to ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ലിമിറ്റ് കൊടുത്തതിൻ്റെ ആൻസർ വരെ എഴുതാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പം ഇതിൻ്റെ എഴുതിയിട്ട് ലാസ്റ്റ് ലിമിറ്റ് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഡയറക്റ്റ് ലിമിറ്റ് ഒന്നും കൊടുക്കാണ്ട് ഈ ഒറ്റ
പറ്റുമെന്ന്. 0 to infinity ആണെങ്കിൽ മാത്രം. If your limit is from 0 to infinity, then you can write the answer directly from using that formula. നമ്മൾ ആദ്യം പഠിച്ചത് വെച്ചിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ഇങ്ങനെയാണ് 0 to infinity e raised to മൈനസ് എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്നാണ് നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ എങ്കിൽ ഈ ഒരു ഇൻറ്റഗ്രലിൻ്റെ ആൻസർ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ സൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ കോസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വേണമെങ്കിൽ ഓർത്ത് വെക്കുക, ഒരു കുഴപ്പമില്ല, നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഇത് ഭയങ്കര ഷോർട്ട് കട്ടാണ്, വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, 0 to infinity ആണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ ഇ റേസ് ടു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും കൂടെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമുല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ലിമിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് ആൻസർ കിട്ടിയാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇഫ് ദ ലിമിറ്റ് ഇസ് ഫ്രം 0 to infinity നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ബിയും എയും ഒന്നും മാറിപ്പോകരുതേ. പിന്നെ ഇവിടെ മൈനസ് എ ആയിരിക്കണം. പ്ലസ് എ ആണെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് എ എന്ന് എടുക്കേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്ക്, ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്. ആരെങ്കിലും ചെയ്തോ? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, സിക്സ് ആൻസർ കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. അനുശ്രീ കിട്ടിയ ആൻസർ? ഓക്കെ, സോ എല്ലാവർക്കും കിട്ടിയില്ല. നിങ്ങൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ 0 if x greater than a. Okay, നിങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത പ്രോബ്ലം നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. എനിക്ക് എന്തെങ്കിലും അത് മനസ്സിലാകുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. Find the Fourier sine transform of f of x is equal to sin x f0 less than or equal to x less than or equal to a 0 if x greater than a. സോ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് തരുമ്പം ഇൻ്റഗ്രലും അതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഇതിലൊരു സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങളത് എഴുതാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് സൈൻ ട്രാൻസ്ഫോം. ദെൻ വി റൈറ്റ് ദി ഫോർമുല. ഫോർമുലക്ക് 1 മാർക്കാണ്, മറന്നു പോകരുത്. അത് എഴുതിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ റൂട്ട് ഓഫ് 2 by pi into integral 0 to infinity f of x into sin omega x dx, and here root of 2 by pi into integral 0 to infinity sin x. പക്ഷെ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് 0 to infinity എന്ന് എഴുതരുത് നിങ്ങൾ. ഞാൻ ഇവിടെ എ ആണ് വരിക. 0 to a വരെയാണ് sin x പ്ലസ് എ ടു 0 0 ആണ്. അപ്പോൾ ആ ഒരു ടേം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതാം സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇൻറ്റഗ്രൽ മനസ്സിലായിട്ടില്ലേ? ഇൻറ്റഗ്രൽ 0 to infinity എന്ന് എഴുതാൻ പാടില്ല. ഇൻറ്റഗ്രൽ 0 to a f of x sin omega x dx പ്ലസ് ഇൻറ്റഗ്രൽ a to infinity എന്ന് എഴുതണം. ബട്ട് a to infinity ഫംഗ്ഷൻ വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഇത് മാത്രമേ വരുള്ളൂ. പക്ഷെ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് a ആണ്. root 2 by pi into integral 0 to a any. This is sin x into sin omega x. Okay, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക? Either you can use that partial integration by parts use ചെയ്തിട്ട് you can find the integral value. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ
നമുക്കിവിടെ സൈൻ എ സൈൻ ബിൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. ഐഡൻറ്റിറ്റി സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എപ്പോഴും നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ആവശ്യമാണ്. അപ്പം നിങ്ങൾ എത്ര ആൾക്കാർ ആ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഫോർമുലാസ് എനിക്കൊന്ന് +1 നമ്മളിത് പഠിക്കുന്നത്, കുറേ ഫോർമുലാസ് ട്രിഗ്നോമെട്രിയുടെ. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അറിയാത്തവർ അതൊന്ന് പഠിച്ചു വെക്കുക. സൈൻ എ സൈൻ ബി, കോസ് എ കോസ് ബി, സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, അതൊക്കെ ഒന്ന് പേപ്പറിൽ ഇട്ടിട്ടൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ ആ +1 നിങ്ങൾക്ക് കാണുമ്പോൾ +1 ആ സമയത്ത് നിങ്ങൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചു തുടങ്ങുന്ന, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അത് അത്ര എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഇപ്പം നിങ്ങൾ ആ ഒരു ഫോർമുല എഴുതിയിട്ട് പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും. കാരണം അതിലെ ടേംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയി. അറിയാത്തവരോടാണേ, അറിയുന്നവരുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ എന്താണ്? സൈൻ എ സൈൻ ബി ഫോർമുല യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി. സോ കോസ് എ ഇസ് എക്സ് ആൻഡ് ബി ഈസ് ഒമേഗ എക്സ്. സോ കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ് മൈനസ് എന്താണ്? കോസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് ഒമേഗ എക്സ്. അപ്പോൾ നമുക്കിപ്പം എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ടേംസ്, 2 ടേംസ് ആയിട്ട് കിട്ടി. നമുക്കിനി എളുപ്പത്തിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. Okay, so take that -1/2 outside, then you can integrate this. Cos of x plus omega x in the integral എന്താ? ഓക്കെ, നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? √2/π ഇൻ്റഗ്രൽ 0 to a -1/2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഒമേഗ എക്സ് ഡി എക്സ്, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. സോ വി ക്യാൻ ടേക്ക് ദിസ് -1/2 ഔട്ട്സൈഡ്, ദെൻ യു വിൽ ഗെറ്റ് ഇന്റഗ്രൽ 0 to a കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ്. എക്സ് കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം, കാരണം നമ്മൾ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. സോ എക്സ് പുറത്തെടുത്താൽ എന്ത് വരും? ഇവിടെ 1 + ഒമേഗ, റൈറ്റ്? മൈനസ് ഹിയർ ഓൾസോ വി ക്യാൻ ടേക്ക് ദറ്റ് എക്സ് ഔട്ട്സൈഡ്, ദെൻ യു വിൽ ഗെറ്റ് 1 - ഒമേഗ ഇൻറ്റു എക്സ്. ഓക്കെ, dx which is equal to -1/2 into √2/π into integral cos of 1 + omega into x. എന്താ? integral cos x നമുക്കറിയാം, it is sin x, right? അപ്പോൾ ഇവിടെ sin 1 + omega x എന്ന് വരും, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x. കോഎഫിഷ്യന്റ് ഓഫ് x is 1 + omega. ഓക്കെ, അപ്പം നമ്മളിത് എക്സ് ഔട്ട്സൈഡ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഡയറക്റ്റ് 1 + omega ആണ് കോഎഫിഷ്യന്റ് എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, here also we get what? Sin of 1 - omega by x by 1 - omega. Then give the limits 0 to a, and this is equal to -1/2 into √2/π into, give the upper limit. Upper limit കൊടുക്കുമ്പോൾ എന്ത് വരും? It is sin 1 + omega into a divided by 1 + omega minus sin of 1 - omega into a divided by 1 - omega. ലോവർ ലിമിറ്റ് 0 ആണ്. 0 sin 0 ആയി പോവും. അപ്പോൾ ഈ ടേമേ ഉണ്ടാവില്ല. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0. സോ ദിസ് ഈസ് ദി ആൻസർ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ,
ക്ലിയർ അല്ലേ ഇത്? അടുത്ത 3 മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. ഫൈൻഡ് ദി ഫോറിയർ. ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും, നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യണേ ഈ ഒരു പ്രോബ്ലം. അപ്പം ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്, ഹെൻസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ദ ഫംഗ്ഷൻ ഇസ് ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് ഫോർമുല അറിയാം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെന്താ നമ്മളോട് പറയുന്നത്? ഇവാലുവേറ്റ് ദിസ്. ഈ ഒരു ഇന്റഗ്രൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ദിസ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് ആണ് അല്ല. ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഏതൊരു ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുക, അതായത് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുക. അതായത് നിങ്ങൾ നോക്കുക, നമ്മൾ ഡി ഒമേഗ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, ഡി ഒമേഗ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുക, അതായത് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുക. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലത്തിൽ, ഫോറിയർ ഇൻ്റഗ്രൽ അല്ലേ, രണ്ടും കൂടെ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലത്തിൽ നിങ്ങളോട് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഈ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമാണ്. ഓക്കെ, ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഫസ്റ്റ് എന്തായാലും കണ്ടുപിടിക്കണം, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, അത് നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക. സോ ഇന്റഗ്രൽ മീൻസ് ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് നമ്മൾ ഈ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ? ഫസ്റ്റ് ഫൈൻഡ് ദി എഫ് എസ് ഓഫ് ഒമേഗ, ദാറ്റ് ഈസ് സൈൻ ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് മോഡുലസാണ്, മോഡുലസിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയില്ല. പിന്നെ ഇവിടെ നമ്മൾ 0 തൊട്ടിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് തന്നെയല്ലേ. പോസിറ്റീവ് വാല്യൂസിൻ്റെ മോഡുലസ് ഓഫ് എക്സ് വെച്ചാൽ എക്സ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെടുത്താൽ മതി? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എടുത്താൽ മതി, മോഡുലസ് വേണ്ട. ഇ റേസ് ടു മൈനസ് എക്സ് എടുത്തിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. സെക്കൻഡ് പാർട്ട് ഈസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് എസ് ഓഫ് ഒമേഗ ആണ്. ആൻഡ് എഫ് എസ് ഓഫ് ഒമേഗ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. നിങ്ങൾ ഈ ഇന്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാരണം ഇത് ഇന്റഗ്രൽ ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ഒരു ഇന്റഗ്രൽ എന്താണെന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു 2/π ഉണ്ടാവും, അതിനെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എടുക്കുക. സോ ആ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. ഒന്ന് നോക്കി നോക്കി ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഓക്കെ, ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നാളെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പെട്ടെന്നൊന്ന് ഇത് പറഞ്ഞേ. അറ്റൻഡൻസ് പറ. 1 2 present ma'am, 3 4 5 6 9 9 10 11 12 13 14 15 16 17 18 19 20 22 23
24. 25. 27. 28. 29. 30. 31. 32. 33. 35. 56. 37.